ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ വി.ഡി. സതീശൻ സർക്കാർ കൈക്കൊണ്ട നടപടി സ്വാഗതാർഹമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കൂടി UDF സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ വി.ഡി. സതീശൻ സർക്കാർ കൈക്കൊണ്ട നടപടി സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കൂടി UDF സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ അറിയിച്ചു. ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതത് പ്രദേശങ്ങളിലുള്ള വ്യാപാര സംഘടനകളും ഒപ്പം ഇടുക്കി ജില്ലാ കമ്മിറ്റിയും നിവേദനം നൽകിയിട്ടുണ്ട്. അവരിത് അനുകൂലമായി പരിഗണിക്കാം എന്നാണ് ജനപ്രതിനിധികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ 10-60 വർഷമായി കച്ചവടം ചെയ്തു വരുന്ന സ്ഥാപനങ്ങൾ ഒഴിവാക്കി ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു തത്വദീക്ഷയില്ലാത്ത നടപടിയാണ്. അത്തരം നടപടികൾക്കെതിരെ ഗവൺമെന്റ് അടിയന്തരമായി കളക്ടറോട് സംസാരിച്ച് ആ നടപടികൾ മരവിപ്പിക്കുന്നില്ലെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിലെ വ്യാപാര സംഘടനകളെയും കെട്ടിട ഉടമകളെയും കാർഷിക പ്രതിനിധികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകേണ്ടി വരും എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ജില്ലയിൽ അനേകം പേർക്ക് പട്ടയം കിട്ടാനുണ്ട്. കിട്ടിയ പട്ടയങ്ങളിൽ നിർമ്മാണ നിരോധനം, NOC, EFL, ESA, ദുരന്ത നിവാരണ നിയമം, ബഫർ സോൺ തുടങ്ങിയ നിരവധി നിരോധനങ്ങളും നിലനിൽക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റെല്ലാവിധ രേഖകളോടും കൂടി കൈവശം വെച്ച് ലൈസൻസ് എടുത്ത് നിയമപരമായി വ്യാപാരം നടന്നുവരുന്ന സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റുന്നത് വ്യാപാരികളുടെ ഉപജീവന മാർഗം മാത്രമല്ല, അവിടെയുള്ള തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന മറ്റു വിഭാഗം ജനങ്ങളെയും സർക്കാരിന്റെ വരുമാനത്തെയും ബാധിക്കുന്നതാണ്. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന വാഗ്ദാനം പാലിക്കാൻ ഇടുക്കി ജില്ലയിലെ ജനപ്രതിനിധികൾ സർക്കാരിൽ ഇടപെടണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, വൈസ് പ്രസിഡന്റ് PM ബേബി, കാരുണ്യം ചെയർമാൻ ഡയസ് പുല്ലൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സാൻഡി മാത്യു എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.